വർഷം 2018. എനിക്കും 18 വയസ്സ്. 18 വയസ്സിന്റെ ആവേശത്തിൽ യൂട്യൂബ് തുറന്നപ്പോൾ ട്രെൻഡിംഗ് പേജ് മുഴുവൻ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ വീഡിയോസ്. ദിവസങ്ങൾ കടന്നുപോയി. യൂട്യൂബിൽ അവഞ്ചേഴ്സിന്റെ തരംഗം കൂടിക്കൂടി വരുന്നു. There was an idea to bring together a group of remarkable people to see if we could become something more. So when they needed us, we could fight the battles that they never could. You will know what it's like to lose. To feel so desperately that you're right, and to fail all the same. അത് നാളെ കണ്ട സിനിമ സ്പൈഡർമാൻ അല്ലേ? Spider-Man from YouTube. I'm not. Yeah, we'll talk about it later. Just Hey, everyone. Run from it. Destiny still runs. Evacuate the city. Engage all defenses. And get this man a shield. Fun isn't something one considers when balancing the universe. But this does put a smile on my face. How the hell are you guys? we have a Hulk. സിനിമാറ്റിക് എഫക്റ്റ് ആണെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് തിയേറ്ററിന്റെ ജനറേറ്റർ അടിച്ചു പോയതാണെന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയത്. പൈസ തിരിച്ചു തന്നതിനാൽ വീട്ടിൽ പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ഇംഗ്ലീഷ് അങ്കിളും ആന്റിയും തിയേറ്ററുകാരോട് വഴക്കുണ്ടാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. അവർ പറയുന്നത് അവർക്ക് ഈ പൈസ വേണ്ട, ഉടനെ തന്നെ സിനിമ കാണണമെന്നായിരുന്നു. ബ്ലഡി മൂവി മെന്റൽസ്. പിന്നെയും ദിവസങ്ങൾ കടന്നുപോയി. പക്ഷെ അപ്പോഴും യൂട്യൂബിൽ അവഞ്ചേഴ്സ് തരംഗം ഇരട്ടി പവറിൽ. മലയാളികളടക്കം യൂട്യൂബിൽ അവഞ്ചേഴ്സിനെ പറ്റി ഡയലോഗ് അടിക്കുന്നു. എന്തൊക്കെയോ കേൾക്കുന്നു. ഏതൊരു വലിയ വില്ലൻ വന്നിരിക്കുന്നു. കുറെ സൂപ്പർ ഹീറോസ് മരിച്ചു പോയിരിക്കുന്നു. സ്പൈഡർമാൻ മരിച്ചു പോയിരിക്കുന്നു. ഒന്നും മനസ്സിലായില്ല, പക്ഷെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ക്യൂരിയസ് ആയതിനെക്കൊണ്ട് ഞാൻ റിവ്യൂസ് നോക്കി. എൻഡിങ് അൺബിലീവബിൾ. ക്ലൈമാക്സ് കണ്ട് കിളി പോയി. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എൻഡിങ് എക്സ്പ്ലെയിൻ. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ ക്വസ്റ്റ്യൻസ്. പിന്നെ ആദ്യമായിട്ട് ഒരു മൂവിയെ പറ്റി പഠിക്കാൻ തുടങ്ങി. ബ്ലോഗ്സ് വായിക്കാൻ തുടങ്ങി. ആർട്ടിക്കിൾസ് വായിക്കാൻ തുടങ്ങി. കമന്റ്സ്, റിവ്യൂസ്, എക്സ്പ്ലനേഷൻ വീഡിയോസ്. അങ്ങനെ കണ്ട് കണ്ട് മനസ്സിലാക്കി ഇതൊരു സിനിമയല്ല ഗൈസ്, ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്.